മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാലാ നഗരസഭയിലെ ഭരണസ്തംഭനം ഒഴിവാക്കാനുള്ള UDF നേതൃത്വത്തിന്റെ അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങാതെ കോൺഗ്രസ്. ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിന്റെ രാജി ആവശ്യത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ ഉറച്ചു നിൽക്കുകയാണ്. ബിനു പുളിക്കക്കണ്ടത്തിന്റേത് ഏകാധിപത്യ പ്രവണതയാണെന്നും ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. UDF നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ബിനു പുളിക്കക്കണ്ടം. ഭരണം അട്ടിമറിക്കില്ലെന്ന് കേരള കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. സജോ ദേവസ് നൽകും വിശദാംശങ്ങൾ. സജോ, പാലാ നഗരസഭയിൽ പരസ്യപ്പോരൽ തുടരുകയാണ്. അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങുന്നില്ല കൗൺസിലർമാർ. അപ്പോൾ എങ്ങനെയായിരിക്കും പാലാ നഗരസഭയിൽ ഈ ഭരണ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള തുടർ നീക്കങ്ങൾ? സജോ. കീർത്തന, അസാധാരണമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി പാലാ നഗരസഭയുടെ കാര്യത്തിലുണ്ട് എന്നതാണ് സവിശേഷമായി കാണേണ്ട ഒരു കാര്യം. UDF-ഉം സ്വതന്ത്ര കൂട്ടായ്മയും ചേർന്നാണ് അവിടുത്തെ ഭരണം. അത് പുളിക്കക്കണ്ടം സ്വതന്ത്ര കൂട്ടായ്മ എന്നാൽ പുളിക്കക്കണ്ടം ഫാമിലിയാണ്. പക്ഷേ ചെയർപേഴ്സൺ ഇനി തുടരുന്നത് അംഗീകരിക്കാനാകില്ല. ഈ കൂട്ടായ്മയുമായി, അതായത് ആ 3 കൗൺസിലറുമായി, പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 കൗൺസിലർമാരുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എളുപ്പമല്ല, അസാധ്യമാണ് എന്നൊക്കെ തുറന്നു പറയുന്നു കോൺഗ്രസിന്റെ കൗൺസിലർമാർ. പ്രശ്നം പരിഹരിക്കാനുള്ള സമവായ ചർച്ചയൊക്കെ UDF നേതാക്കൾ ഇടപെട്ട്, അതായത് MP-യും MLA-യും ജില്ലയിലെ നേതാക്കളും ഒക്കെ ഇടപെട്ട് ചർച്ച നടത്തി. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് കൗൺസിലർമാർ വഴങ്ങുന്നില്ല. അവർ പറയുന്ന അധികാരത്തേക്കാൾ പ്രധാനം കോൺഗ്രസ് കൗൺസിലർമാരുടെ ആത്മാഭിമാനമാണ്, അത് സംരക്ഷിക്കണം. ഈ ഭരണസമിതിയുമായി ഇനി തുടർന്ന് പോകാൻ കഴിയുകയില്ല. മറ്റൊരാൾ ഭരണസാരഥ്യം, അതായത് ചെയർപേഴ്സൺ പദവി ഏറ്റെടുക്കും വിധമുള്ള ഫോർമുല വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെ സാധിക്കുമോ എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നു. ഇപ്പോഴും പാലാ നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കേരള കോൺഗ്രസ് M ആണ്. അവർക്ക് 10 അംഗങ്ങളുണ്ട്. CPM സഹോദരർ 2 പേരുണ്ട്. അവർ കൂടെ ചേരുമ്പോൾ 12 ആകെ 26 വേണമെങ്കിൽ അവർക്ക് ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കം നടത്താവുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് M പറയുന്നത് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തങ്ങളില്ല. എന്നാൽ ഈ ഭരണസ്തംഭനമുണ്ട്, അത് മറികടക്കാൻ എന്താണ് എന്ന കാര്യമൊക്കെ ആലോചിക്കും. ഇപ്പോൾ ഏതായാലും ഈ വിഷയത്തിൽ ഇടപെടുക എന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സാധ്യത ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊരു നീക്കം കേരള കോൺഗ്രസ് M-ന്റെ ഭാഗത്തു നിന്ന് ഇല്ല. ഈ വിഷയം പരമാവധി വഷളാക്കുന്നത് രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് M-ന് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് ആ പാർട്ടിയുള്ളത്. പക്ഷെ ഇതെങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ തല പുകയ്ക്കുകയാണ് നേതാക്കൾ. കോൺഗ്രസ് കൗൺസിലർമാർ ഒട്ടും വഴങ്ങുന്നില്ല. പോലീസ് സ്റ്റേഷനിലേക്കടക്കം ഈ തമ്മിലുള്ള തർക്കങ്ങൾ എത്തുന്നത് ഇതിനിടെ പലതവണ കണ്ടു. അതുകൊണ്ട് നിലവിൽ പുളിക്കക്കണ്ടം ഫാമിലിയുടെ ഏകാധിപത്യ ഭരണമാണ്. അതുകൊണ്ട് അവരുമായി ഇനി സഹകരിക്കാൻ കഴിയില്ല തുടങ്ങിയ നിലപാടുകൾ കോൺഗ്രസ് കൗൺസിലർമാർ ആവർത്തിച്ച് സ്വീകരിക്കുന്നു. അവരെ എങ്ങനെ തള്ളും UDF നേതൃത്വത്തിന് വഴങ്ങാതെ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് കൗൺസിലർമാർ. പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധി അത് എങ്ങനെ പരിഹരിക്കുമെന്ന ആലോചനയിലാണ് UDF നേതൃത്വമുള്ളത്. സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.